ഇന്നത്തെ ഇലക്ഷൻ സ്പെഷ്യൽസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ്. 1996 എന്ന വർഷം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. കാരണം ആ വർഷത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത്. 1996 അസംബ്ലി ഇലക്ഷനിൽ 40 സീറ്റുകളിൽ ഈ പാർട്ടി മത്സരിക്കുന്നു. 39ലും ജയിച്ചു കയറുന്നു. അതേ വർഷം തന്നെ ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുന്നു. 20ലും വിജയിക്കുന്നു. എന്തൊരു ഇനോഗ്രേഷനാണ് പാർട്ടിക്ക് ലഭിച്ചത്. എന്തൊരു വരവേൽപ്പാണ് ആ പാർട്ടിക്ക് ഉണ്ടായത്. ആ പാർട്ടി ഇന്ന് എവിടെയാണെന്ന് നോക്കാം. പാർട്ടിയുടെ പേര് തമിഴ് മാനില കോൺഗ്രസ്. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് GK മൂപ്പനാർ എന്ന ഒരു ലീഡറാണ് തമിഴ് മാനില കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. 1996 കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ശക്തമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി 20 സീറ്റിൽ 20ഉം വിജയിപ്പിച്ചെടുത്ത GK മൂപ്പനാർ അതിശക്തനായി തമിഴ്നാട്ടിൽ നിലകൊണ്ടു. പക്ഷേ പിന്നീട് മൂപ്പനാരുടെ ആരോഗ്യം ക്ഷയിക്കുകയും 2001 മൂപ്പനാർ നമ്മയെല്ലാം വിട്ടുപോവുകയും ചെയ്തു. 2002 മൂപ്പനാരുടെ മകനായ GK വാസനെ തമിഴ് മാനില കോൺഗ്രസിന്റെ അധ്യക്ഷനായി പാർട്ടി തിരഞ്ഞെടുത്തു. പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ തളർച്ചയാണ് നാം കണ്ടത്. 2001 അസംബ്ലി ഇലക്ഷനിൽ 32 സീറ്റുകളിൽ മത്സരിച്ച തമിഴ് മാനില കോൺഗ്രസ് 23 വിജയിച്ചു. കാര്യമായ തളർച്ചയില്ലാതെ തമിഴ് മാനില കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് എല്ലാവരും ആശിച്ചു. ഒരുപക്ഷെ GK മൂപ്പനാരുടെ ഒരു സഹതാപ തരംഗത്തിലായിരിക്കാം 23 സീറ്റുകൾ കിട്ടിയതെന്ന് പിന്നീടുള്ള തമിഴ് മാനില കോൺഗ്രസിന്റെ പെർഫോമൻസ് പ്രകടനം നമുക്ക് മനസ്സിലാക്കി തന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം പിന്നീട് മത്സരിക്കാൻ പോലും ത്രാണിയില്ലാതെ എന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിലേക്ക് തമിഴ് മാനില കോൺഗ്രസ് ക്ഷീണിച്ചു പോയിരുന്നു. തമിഴ് മാനില കോൺഗ്രസിന്റെ അണികളെല്ലാം മറ്റു പാർട്ടികളിലേക്ക് പതിയെ ചേക്കേറി. പല തെരഞ്ഞെടുപ്പുകളിലും തമിഴ് മാനില കോൺഗ്രസ് മത്സരിക്കാനേ ഇല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പാർട്ടി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ തമിഴ് മാനില കോൺഗ്രസ് വീണ്ടും കോൺഗ്രസുമായി ലയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസിലേക്ക് ലയിക്കുന്നു. പിന്നീട് 2014 കോൺഗ്രസുമായി വീണ്ടും തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു തമിഴ് മാനില കോൺഗ്രസ് വീണ്ടും പിറവിയെടുക്കുന്നു. 2016 വീണ്ടും അസംബ്ലി ഇലക്ഷനുകളിൽ അവർ മത്സരിക്കുന്നു. 26 സീറ്റുകളിലാണ് 2016 അസംബ്ലി ഇലക്ഷനിൽ തമിഴ് മാനില കോൺഗ്രസ് മത്സരിക്കുന്നത്. 1996 ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം 1996 40 മത്സരിച്ച് 39 സീറ്റും നേടിയ പാർട്ടി 20 വർഷത്തിന് ശേഷം 2016 26 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 0 സീറ്റുകളാണ്. ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാനാകാതെ GK വാസനും കൂട്ടുകാരും വിഷമിച്ചു. 2021 വന്നപ്പോൾ AIADMKയുടെ കൂട്ടുകെട്ടിൽ 6 സീറ്റുകളിൽ മാത്രമാണ് പിന്നീട് മത്സരിക്കാൻ അവർക്കിടം കിട്ടിയത്. അതും AIADMKയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ തന്നെ തമിഴ് മാനില കോൺഗ്രസിന് മത്സരിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ വൈരുദ്ധ്യം മറ്റൊന്നുമല്ല. GK മൂപ്പനാർ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ ഫിലോസഫി തന്നെ സെക്യുലറിസം അഥവാ മതനിരപേക്ഷത ആയിരുന്നു. ഏറ്റവും രസകരമായ ഇപ്പോഴത്തെ കാര്യം, ഇപ്പോൾ അവർ NDA കൂട്ടുകെട്ടിലാണ് എന്നുള്ളതാണ്. NDA കൂട്ടുകെട്ടിൽ നിന്നുകൊണ്ട് മതനിരപേക്ഷത എങ്ങനെ കാത്തുസൂക്ഷിക്കുമെന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ GK വാസനും കൂട്ടരും. തമിഴ് മാനില കോൺഗ്രസിന്റെ ചരിത്രം ഇതാണ്. 40ൽ 39 സീറ്റുകളിൽ നിന്ന് ഒറ്റ സീറ്റ് പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ ഒരു പാർട്ടിയുടെ കഥ. ഇത്തരത്തിലുള്ള ഒരുപാട് പാർട്ടികളും പാർട്ടിക്കാരും ഇനിയുമുണ്ട്. ഇനിയും കേൾക്കാം, ഇനിയും കാണാം.